സ്ക്വിഡ് ഗെയിംസിന്റെ രണ്ടാമത്തെ സീസൺ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ സീസൺ കാണുന്നതിന് മുമ്പേ ആദ്യത്തെ സീസണിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാലോ. ആദ്യത്തെ സീസണിൽ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാവുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്നത് സൗത്ത് കൊറിയയിൽ കളിച്ചിരുന്ന 1970കളിലും 80കളിലും കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗെയിമിന്റെ പേരാണ്. നമ്മുടെ സ്ക്വിഡ് പോലെ തന്നെയാണ് ശരിക്കും ആ ഒരു സെറ്റപ്പ് കാണാൻ വേണ്ടിയിട്ട്, അതിന്റെ ഗ്രൗണ്ട് കാണാൻ വേണ്ടിയിട്ട് രണ്ട് ടീമുകളായിട്ട് തിരിഞ്ഞിട്ടാണ് ഈ ഒരു ഗെയിം കളിക്കുക. ഒഫൻസ് ആയിട്ട് ഒരു ടീമും ഡിഫൻസ് ആയിട്ട് ഒരു ടീമും, അതായത് അറ്റാക്കേഴ്സ് ഒരു ടീമും ഡിഫൻഡേഴ്സ് ഒരു ടീമും. ഒഫൻസ് ടീം ഈ ഒരു സ്ക്വിഡിന്റെ പുറത്തൂടെ ഒറ്റക്കാലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഡിഫൻസ് ടീം ആയിക്കോട്ടെ ഈ ഒരു സ്ക്വിഡിന്റെ അകത്തായിരിക്കും ഉണ്ടാവുക. ഒഫൻസ് ടീം ആ ഒരു ലൈനിലൂടെ ഒറ്റക്കാലിൽ നടന്ന് ഒരു പോയിന്റിൽ എത്തുന്നതാണ് അവരുടെ വിജയിക്കാനുള്ള പോംവഴി. പക്ഷെ ആ ഒരു പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് ഡിഫൻസ് ടീം അവരെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയാണ് എന്നുണ്ടെങ്കിൽ ഒഫൻസ് ടീം ഇതിൽ നിന്നും പുറത്താകും എന്നുള്ളതാണ് നമ്മുടെ കളിയായിട്ട് വരുന്നത്. സീസൺ 1 ഏറ്റവും അവസാനമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നതും ഈ ഒരു ഗെയിം തന്നെയായിരുന്നു. നമ്മുടെ നായകനെയായിരുന്നു സീരീസിൽ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഡിവോഴ്സ് ചെയ്തിട്ട് ഒരു കുട്ടിയും കൂടിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നായകനെ കാണിക്കുന്നത്. നായകന് ഒരു അമ്മയും കൂടിയുണ്ട്. ചൂതാട്ടത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ നായകൻ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്റെ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്ന പണം മുഴുവൻ ഹോഴ്സ് റൈഡിങ്ങിന് ചൂത് കളിച്ച് നമ്മുടെ നായകൻ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഏറ്റവും അവസാനം നമ്മുടെ നായകന് 4.6 മില്യൺ പണം കിട്ടുകയുണ്ടായി. തന്റെ ചൂതാട്ടത്തിലൂടെ തന്നെയായിരുന്നു നായകൻ ആ പണം സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗാംബ്ലിംഗിൽ വിജയിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഗുണ്ടകൾ വന്ന് നമ്മുടെ നായകനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നതും അതിൽ നിന്നും നായകൻ ഓടിപ്പോകുന്നതും, നായകൻ ഓടിപ്പോയ സമയത്ത് തന്നെ നായകന്റെ പോക്കറ്റ് അടിച്ച് വിജയിച്ചിട്ടുണ്ടായിരുന്ന പണം മുഴുവൻ കയ്യിൽ നിന്നും പോകുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗുണ്ടകൾ എന്ന് പറയുന്നത് നമ്മുടെ നായകൻ പണം വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് പേരായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ പണം തിരികെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ തീർക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ അവിടെ നിന്നും പോയത്. ഇതെല്ലാം കഴിഞ്ഞ് തന്റെ മകളുടെ അടുത്തേക്ക് എത്തുമ്പോഴും നമ്മുടെ നായകൻ മകളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. തന്റെ അച്ഛന് പണം ഇല്ല എന്നുണ്ടെങ്കിലും അച്ഛന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് മകൾക്കുള്ള ഏക ആഗ്രഹം. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന നായകന്റെ മുൻപിലേക്ക് ഒരു സ്യൂട്ട് തിരിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി വരികയും നിനക്ക് ഈ ഒരു ഗെയിം കളിക്കണോ, ഈ ഒരു ഗെയിം കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് പണം നേടാം എന്നുള്ളത് പറയുകയും ചെയ്തു. ജയിക്കുകയാണെങ്കിൽ 10,000 ചൈനീസ് മണിയും, തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നായകന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മോന്തയ്ക്ക് ഒരു അടിയും തരാമെന്നുള്ളതായിരുന്നു അവിടെ കരാർ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് തവണ തോറ്റ് ഏറ്റവും അവസാനം നമ്മുടെ നായകന് കുറച്ച് പണം ലഭിക്കുകയുണ്ടായി. പോകുന്നതിന് മുമ്പായിട്ട് സ്യൂട്ട് തിരിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി മറ്റൊരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്കുകയുണ്ടായി. അതിലാകെ ഉണ്ടായിരുന്നത് 3 ലോഗോകളും ഒരു ഫോൺ നമ്പറും മാത്രമായിരുന്നു. തന്റെ മകൾക്ക് എങ്ങനെയെങ്കിലും കുറച്ചുകൂടി പണം എത്തിച്ചു കൊടുക്കണം, തന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്ന് വിചാരിച്ച് നമ്മുടെ നായകൻ അങ്ങനെ ആ ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ആ നമ്പറിലേക്ക് വിളിച്ച സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മത്സരത്തിൽ, ഈ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ബർത്ത് ഡേറ്റും ഇവിടെ പറയുക എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ നമ്മുടെ നായകൻ അത് സമ്മതിക്കുകയുണ്ടായി. ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു വാൻ എത്തി. ആ വാനിന്റെ അകത്ത് മുഖംമൂടി ധരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വാനിന്റെ അകത്തേക്ക് കയറി ഉടനെ തന്നെ നമ്മുടെ നായകനെ മയക്കുന്ന ഒരു വാതകം അവിടേക്ക് പുറപ്പെടുവിക്കുന്നതും നായകൻ ആ വാനിൽ കിടന്ന് മയങ്ങിപ്പോകുന്നതും കണ്ടു. ബോധം തെളിഞ്ഞപ്പോൾ ഒരുപാട് പേർ കിടക്കുന്ന ഒരു ഡോർമെറ്ററിയിലായിരുന്നു നമ്മുടെ നായകൻ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മാസ്കുകൾ ധരിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ അവിടെ നിൽക്കുന്നതും അതിൽ ഒരു ബ്ലാക്ക് മാസ്ക് ധരിച്ചിട്ടുള്ള ഫ്രണ്ട് മാൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടി അവിടേക്ക് വരികയുണ്ടായി. ഈ ആളുകളെ എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോരോ നമ്പറുകളും ഈ ഒരു ഷോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ടീഷർട്ടിന്റെ മുകളിൽ ആ ഒരു നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നായകന്റെ കുട്ടിക്കാലത്തുള്ള ഫ്രണ്ടും നായകൻ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്ന ആളുകളും അങ്ങനെ പല പേരും ഉണ്ടായിരുന്നു ആ ഒരു ഗെയിമിൽ മത്സരിക്കാൻ. അങ്ങനെ അവിടേക്ക് ഗാർഡുകൾ വരികയുണ്ടായി, മുഖംമൂടി ധരിച്ച ഗാർഡുകൾ. ഈ ഗാർഡുകളുടെ എല്ലാം മുഖംമൂടിയിൽ ഒന്നുകിൽ സർക്കിൾ, അല്ലെങ്കിൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ സ്ക്വയർ, ഇങ്ങനെ 3 സൈനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ വന്നുകൊണ്ട് 6 ഗെയിമുകളാണ് നിങ്ങൾക്ക് മത്സരിക്കാൻ ഉണ്ടാവുക എന്നുള്ളതെല്ലാം തന്നെ പറയുകയുണ്ടായി. അപ്പോഴും എന്തായിരിക്കും ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആർക്കും അറിയില്ല. ഈ 6 മത്സരങ്ങളിലും വിജയിക്കുന്നവർ ആരാണോ അവർക്ക് കൈ നിറയെ പണവുമായിട്ട് പോകാം എന്നുള്ളതും ആ വ്യക്തികൾ അവിടെ പറഞ്ഞു. ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും ഒരുപാട് കടങ്ങളായിട്ട് വന്നവരാണ്. അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ചെറുതായിട്ട് അവിടെ സ്ക്രീനിൽ കാണിക്കുന്നതും എല്ലാവരും അത് കണ്ട് ഞെട്ടുന്നതും കണ്ടു. അങ്ങനെ ആദ്യത്തെ മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവരോട് എല്ലാവരോടും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും പറയുകയുണ്ടായി. അങ്ങനെ ഫോട്ടോയും എഗ്രിമെന്റും സൈൻ ചെയ്തതിനു ശേഷം ഇവർ ഒരു ഗ്രൗണ്ടിലേക്കായിരുന്നു എത്തിയത്. അങ്ങനെ ഇവർ ആദ്യമായിട്ട് മത്സരിക്കുന്നത് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് എന്നുള്ളത് പറയുകയുണ്ടായി. അതിലൊരു വലിയ പാവക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു പാവക്കുട്ടി അങ്ങോട്ട് തിരിയുന്ന സമയത്ത്, അതായത് എതിർദിശയിലേക്ക് തിരിയുന്ന സമയത്ത് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഓടി വരാം എന്നുള്ളതും, പാവക്കുട്ടിയുടെ അടുത്തായിട്ട് ഒരു വെള്ള വരയുണ്ട്.
ആ വെള്ള വര കടന്ന് പാവക്കുട്ടിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാവക്കുട്ടി നോക്കുന്ന സമയത്ത് നിങ്ങൾ അനങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മത്സരത്തിൽ നിന്നും പുറത്താകുമെന്നുള്ളതും അവർക്ക് നിർദ്ദേശം ലഭിക്കുകയുണ്ടായി. പക്ഷേ ഈ മത്സരത്തിന് ആകെ 5 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. പാവക്കുട്ടി അവരുടെ മുൻപിലേക്ക് നോക്കുമ്പോൾ റെഡ് ലൈറ്റ് എന്ന് പറയും. റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അനങ്ങാൻ പാടില്ല. പാവക്കുട്ടി തിരിയുമ്പോൾ ഗ്രീൻ ലൈറ്റ് എന്ന് പറയും. ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അനങ്ങാൻ പറ്റുന്നതാണ്, ഓടാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇവർ മത്സരം തുടങ്ങി. എല്ലാവരും ഓടി വന്നു. റെഡ് ലൈറ്റ് പറഞ്ഞതിന് ശേഷവും ഒരു വ്യക്തി അനങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു അവിടെ നടന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. ഇത് കണ്ട് പേടിച്ച് തൊട്ടു പുറകിലുണ്ടായിരുന്ന ആൾ പുറകിലേക്ക് ഓടിയപ്പോൾ അയാളെയും വെടിവെച്ചു. അപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയായി. ഓരോരുത്തരും അവിടെ നിന്നും അനങ്ങാൻ തുടങ്ങി. അതുപോലെ തന്നെ ഓരോരുത്തരും അവിടെ നിന്നും മരിച്ചു വീഴാനും തുടങ്ങി. അങ്ങനെ നമ്മുടെ നായകന്റെ ഫ്രണ്ടായിട്ടുള്ള സോങ് വു ഈ ഒരു ട്രിക്ക് കണ്ടുപിടിക്കുകയുണ്ടായി. ആ പാവക്കുട്ടിയുടെ മേൽ ക്യാമറ ഉണ്ട് എന്നുള്ളതും ആ ക്യാമറയിലാണ് നമ്മുടെ അനക്കങ്ങളെല്ലാം തന്നെ, മൂവ്മെന്റുകളെല്ലാം തന്നെ നോക്കുന്നത് എന്നുള്ളതും ആരും അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ആരും തന്നെ കൊല്ലില്ല എന്നുള്ളതും അദ്ദേഹം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യാനും തുടങ്ങി. അങ്ങനെ നമ്മുടെ നായകൻ ഗ്രീൻ ലൈറ്റ് പറഞ്ഞ സമയത്ത് ഓടി വരികയായിരുന്നു. മുൻപിലെത്താ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്. അയാളുടെ മേലെ തട്ടി നായകൻ വീഴാൻ വേണ്ടി പോയപ്പോൾ ഒരു സൂപ്പർ ഹീറോ ആയി വന്നുകൊണ്ട് അലി എന്ന് പറഞ്ഞിട്ടുള്ള 199ാമത്തെ നമ്പർ നമ്മുടെ നായകനെ പിടിച്ചു വെച്ച് രക്ഷിക്കുകയുണ്ടായി. രണ്ടുപേരും അനങ്ങാതെ നിന്നു. അതുകൊണ്ട് രണ്ടുപേരും മരിച്ചില്ല. അങ്ങനെ ആ ഒരു മത്സരം അവസാനിക്കാൻ നിൽക്കുന്നതിന്റെ തൊട്ടു മുൻപേ നായകനും അലിയും രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ ഒരു ലൈൻ കടന്നു വരികയുണ്ടായി. ഇത് കഴിഞ്ഞ് എല്ലാവരും ഇൻഡോറിലേക്ക് എത്തി. അപ്പോഴാണ് അവർക്ക് ഈ ഒരു ഗെയിമിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. 456 മത്സരാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നതിൽ ആകെ 201 പേർ മാത്രമേ ഇപ്പോൾ ജീവനോടെയുള്ളൂ. അതായത് രണ്ടാമത്തെ റൗണ്ടിലേക്ക് ആകെ 201 പേർ മാത്രമേ പോകുന്നുള്ളൂ എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. കാശിന് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കണേ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണ്ട, ഞങ്ങൾക്ക് ഈ ഗെയിം കളിക്കണ്ട, ഈ ഗെയിം ഇവിടെ വെച്ച് നിർത്തണം എന്നെല്ലാം തന്നെ പറഞ്ഞ് അവിടെ നിന്നും കരയുകയുണ്ടായി. അപ്പോൾ അവിടെയുള്ള ഗാർഡുകൾ പറഞ്ഞു, നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഗെയിമിൽ നിന്നും എലിമിനേറ്റ് ചെയ്യും, അതായത് നിങ്ങളെ എല്ലാവരെയും കൊന്നു കളയുമെന്നായിരുന്നു. അപ്പോൾ നമ്മുടെ നായകന്റെ ഫ്രണ്ട് വന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഭൂരിഭാഗത്തിന്റെ താല്പര്യം ഈ ഒരു ഗെയിമിൽ തുടരണ്ട എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗെയിം നിർത്തിവെക്കണം എന്നുള്ളത് പറയുകയുണ്ടായി. അങ്ങനെ ഇവരുടെ തീരുമാനം എടുക്കാൻ പോകുന്നതിന് മുൻപേ തന്നെ ഇവരുടെ പ്രൈസ് മണി എത്രയാണ് എന്നുള്ളത് അവിടെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഇതുവരെ എത്ര പേർ മരിച്ചോ അത്രയും പേരുടെ പേരിൽ ഓരോരുത്തർക്കും ഓരോ മില്യൺ എന്നുള്ള രീതിയിലാണ് അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായത് 255 പേർ മരിച്ചതിൽ $25.5 മില്യൺ കൊടുക്കാമെന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി എല്ലാവരുടെയും മനസ്സ് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം ഈ ഒരു ഗെയിം കഴിഞ്ഞു പോകുന്ന സമയത്ത് ആകെ ഒരാൾ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. $45.5 മില്യൺ പോകുന്ന സമയത്ത് കൊണ്ടുപോകാം എന്നുള്ളതും എല്ലാവർക്കും തോന്നലുണ്ടായി. നിങ്ങളെല്ലാവരും ഈ ഒരു ഗെയിം ഇവിടെ നിർത്തിവെക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പണം മുഴുവൻ ആരൊക്കെയാണോ മരിച്ചത് അവരുടെ വീടുകളിലേക്ക്, അവരുടെ ഫാമിലീസിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തീരുമാനമെടുക്കുകയുണ്ടായി. 201 പേർ വോട്ട് ചെയ്തതിൽ നിന്നും 100 പേർ ഈ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതും 101 പേർ കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുള്ളതും പറയുകയുണ്ടായി. അതോടുകൂടി ആ ഒരു ഗെയിം ക്യാൻസൽ ചെയ്ത് എല്ലാവരെയും അവരെ എവിടെ നിന്നാണ് എടുത്തത് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിടുകയുണ്ടായി. പിറ്റേ ദിവസം നമ്മുടെ നായകൻ ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിലെത്തി താൻ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുകയുണ്ടായി. പക്ഷെ പോലീസുകാരൊന്നും ഈ കാര്യങ്ങൾ വിശ്വസിച്ചില്ല. ഇതെല്ലാം തന്നെ അവിടെ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഓഫീസർ ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോവുകയുണ്ടായി. കാരണം ഈ പോലീസ് ഓഫീസറിന്റെ ഏട്ടനെ കാണാതായിട്ട് ഒരുപാട് നാളായി. ഏട്ടനെ തെരഞ്ഞു നടക്കുകയാണ് നമ്മുടെ പോലീസുകാരൻ. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാമെന്നുള്ളത് ഈ പോലീസുകാരൻ തീരുമാനിച്ചു. നമ്മുടെ പോലീസുകാരൻ അദ്ദേഹത്തിന്റെ ഏട്ടന്റെ റൂമിൽ പോയി നോക്കിയ സമയത്ത് നമ്മുടെ നായകൻ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന അതുപോലത്തെ ഒരു വിസിറ്റിംഗ് കാർഡ് പോലീസുകാരന്റെ ഏട്ടന്റെ റൂമിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതോടുകൂടി മേ ബി പോലീസുകാരന്റെ ഏട്ടൻ ആ ഒരു സ്ഥലത്തേക്ക് പോയതായിരിക്കാം എന്നുള്ളത് പോലീസുകാരന് സംശയം തോന്നി. പുറത്തിറങ്ങിയവരെ എല്ലാവരെയും കാണിച്ചപ്പോൾ ആർക്കും തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല. അകത്തിരുന്ന് മരിക്കുന്നതാണ് ഇതിനേക്കാൾ നല്ലത് എന്നുള്ളത് തോന്നിയിരിക്കുന്ന ആളുകളെ തന്നെയായിരുന്നു ഇവർ ഈ ഒരു ഗെയിമിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ഫ്രണ്ട്മാന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വിസിറ്റിംഗ് കാർഡ് അയക്കുകയുണ്ടായി. തന്റെ അമ്മയുടെ സർജറിക്ക് വേണ്ടിയിട്ടും തന്റെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനും വേണ്ടിയിട്ട് നമ്മുടെ നായകൻ വീണ്ടും ആ ഒരു ഗെയിമിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. പക്ഷെ ഇവരെ പിന്തുടർന്ന് നമ്മുടെ പോലീസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാരൻ ട്രിക്കുകൾ ഉപയോഗിച്ച് ആ വാഹനത്തിലുള്ള മുഖംമൂടിക്കാരെ എല്ലാം പുറത്തേക്കിട്ട് ആ വാഹനം എടുത്തുകൊണ്ട് അതേ സ്ഥലത്തേക്ക് പോകാമെന്നുള്ളത് വിചാരിക്കുകയുണ്ടായി ഇവരുടെ കൂടെ കയറിയിട്ട്. അപ്പോഴാണ് നമ്മുടെ കണ്ടസ്റ്റന്റുകളുടെ ഉള്ളിലേക്ക് ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ആരോരുമില്ലാത്ത ഒരു ഐലൻഡിലാണ് ഈ മത്സരങ്ങളെല്ലാം തന്നെ നടക്കുന്നത് എന്നുള്ളതും മനസ്സിലായി. 201 പേർ പോയതിൽ നിന്നും 187 പേരായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ നായകനും നായകന്റെ കുട്ടിക്കാലത്തെ ഫ്രണ്ടും നായകനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്ന അലിയും കൂടി ഒരു ടീം ആവുകയുണ്ടായി. അപ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ ഒരു വില്ലന്മാരുടെ ടീമും ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ സീരീസിൽ ഒരു നായികയുണ്ട്. ഈ നായിക ഇവരുടെ ബാത്റൂമിന്റെ മുകളിലൂടെ കയറിപ്പോയി അടുക്കളയിലെത്തി എന്താണ് ഇവർ പാചകം ചെയ്യുന്നത് എന്നുള്ളത് നോക്കുകയുണ്ടായി. നാളത്തെ ഗെയിമിന് വേണ്ടിയിട്ടുള്ള, അതായത് രണ്ടാമത്തെ ഗെയിമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പാചകം ചെയ്തതെന്ന് മനസ്സിലായി. പഞ്ചസാര ചൂടാക്കുകയായിരുന്നു
തന്നെയായിരുന്നു എല്ലാവരും ചെയ്തത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നായികക്ക് മനസ്സിലായില്ല. നായിക ഇത് നമ്മുടെ നായകന്റെ ഫ്രണ്ടിനോട് പറയുകയുണ്ടായി. അദ്ദേഹം യൂണിവേഴ്സിറ്റി ടോപ്പറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നായകന്റെ ഫ്രണ്ടിന് മനസ്സിലായി. അങ്ങനെ രണ്ടാമത്തെ ഗെയിമിലേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും 4 സിമ്പിൾ അവിടെ കാണിച്ചു കൊടുത്തു. ഒരു ട്രയാങ്കിൾ, ഒരു സ്റ്റാർ, ഒരു അംബ്രല, ഒരു സർക്കിൾ. ഈ 4 ഉണ്ടായിരുന്നത്. ഇതിലേതെങ്കിലും ഒരു സിമ്പിളിന്റെ മുൻപിൽ നിങ്ങൾ വരിയായി നിന്നോളൂ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ നമ്മുടെ നായകന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും ഹാർഡായിട്ടുണ്ടായിരുന്ന സിമ്പിൾ തന്നെയായിരുന്നു അംബ്രല, അതായത് ഒരു കുട. അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഈ ഒരു സിമ്പിൾ പൊട്ടാതെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നായകനും ബാക്കിയുള്ളവരും അതിൽ തുപ്പലാക്കിക്കൊണ്ട് അത് നക്കിക്കൊണ്ട് മെല്ലനെ അത് പൊട്ടിച്ചെടുക്കുകയുണ്ടായി. ഈ ഒരു ഗെയിമിന്റെ ഇടയിലും ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിന്റെ ഏറ്റവും അവസാനം ഇതിലെ ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ഗാർഡിനെ പിടിച്ചു വെക്കുകയും ഗാർഡിനോട് തോക്ക് ചൂണ്ടിയിട്ട് മുഖംമൂടി അഴിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. മുഖംമൂടി അഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗാർഡിനെ കണ്ടപ്പോൾ നമ്മുടെ മത്സരാർത്ഥി ഞെട്ടുകയുണ്ടായി. കാരണം ഒരു ചെറിയ പയ്യനായിരുന്നു അത്. അപ്പോൾ തന്നെ അവിടേക്ക് നമ്മുടെ ഫ്രണ്ട് മാൻ വരികയുണ്ടായി. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ മുഖംമൂടി അഴിക്കരുത് എന്നുള്ളതാണ്. ആ ഒരു റൂൾ ഫോളോ ചെയ്യാത്തതിനെ തുടർന്ന് മുഖംമൂടി അഴിച്ച ഗാർഡിനെ തോക്ക് ചൂണ്ടിയിട്ടുണ്ടായിരുന്ന മത്സരാർത്ഥിയെയും വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അങ്ങനെ നമ്മുടെ പണപ്പെട്ടിയിൽ $35 മില്യൺ വരികയുണ്ടായി. ആകെ 109 പേര് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും ഇൻഡോറിൽ എത്തിയപ്പോൾ ഇവർ തമ്മിൽ ചെറുതായിട്ടൊരു ഫൈറ്റ് ഉണ്ടാവുകയുണ്ടായി. നമ്മുടെ വില്ലൻ അവിടെയുള്ള ആളുകളെ ചവിട്ടിക്കൂട്ടുന്നതും 101 എന്ന നമ്പർ ഇട്ടതാണ് നമ്മുടെ വില്ലനായിട്ട് വരുന്നത്. ഈ ഒരു വില്ലൻ ബാക്കിയുള്ളവരെ ചവിട്ടിക്കൂട്ടുന്നതെല്ലാം തന്നെ കണ്ടു. ഇവർ തമ്മിൽ തല്ലുകൂടിയിട്ടും അവിടെയുള്ള ഗാർഡുകൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ ഒരു വ്യക്തിക്കും കൂടിയുള്ള പണം നമ്മുടെ മണി ബാങ്കിലേക്ക് ആഡ് ചെയ്യുകയുണ്ടായി. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു കഴിഞ്ഞാലും ഗെയിമിൽ ഒരാൾ കുറഞ്ഞു എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ വരാനില്ല. ഇതിൽ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്, ഒരു കണ്ണാടി വെച്ചിട്ടുള്ള ഒരു ഡോക്ടർ. ഈ ഡോക്ടറിന് ഓരോ മത്സരം നടക്കുന്നതിന് മുൻപും അടുത്ത മത്സരം ഏതാണ് എന്നുള്ളതിന്റെ സൂചനകൾ ഗാർഡുകൾ കൊടുക്കാറുണ്ടായിരുന്നു. ഇത് കൊടുക്കുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡുകൾ ഈ വ്യക്തിയെയും കൊണ്ട് ബാക്കിലേക്ക് പോകുന്നതും ആരും കാണാത്തൊരു റൂമിലേക്ക് പോകുന്നതും മരണപ്പെട്ടിട്ടുള്ള കണ്ടസ്റ്റന്റുകളുടെ ഇന്റേണൽ ഓർഗൻസ് എടുത്ത് അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഗാർഡുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത് എടുക്കാനും ഇന്റേണൽ ഓർഗൻസ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വ്യക്തിയെ നമ്മുടെ കണ്ണാടിയിട്ട ഡോക്ടറെ ഉപയോഗിച്ചത്. അതിന് പാരിതോഷികമായിട്ട് ഡോക്ടർക്ക് ഓരോ ഗെയിമിന് മുൻപും സൂചനകൾ നൽകുമായിരുന്നു. മൂന്നാമത്തെ മത്സരം തുടങ്ങുന്നതിന് മുൻപേയുള്ള രാത്രിയിൽ ഇവരെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാവുകയുണ്ടായി. 27 പേരായിരുന്നു ആ ഒരു ഫൈറ്റിൽ മരണപ്പെട്ടത്. ഈ മാസ്ക് ധരിച്ച ഓരോരുത്തരെയും എന്തൊക്കെയാണ് ഡ്യൂട്ടികൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. സ്ക്വയർ മാസ്ക് ധരിച്ചവരാണ് ഇവിടെയുള്ള മാനേജേഴ്സ്, ട്രയാങ്കിൾ മാസ്ക് ധരിച്ചവരാണ് ഇവിടെയുള്ള സോൾജേഴ്സ്, സർക്കിൾ മാസ്ക് ധരിച്ചവരാണ് ഇവിടെയുള്ള പണിക്കാർ. സോൾജേഴ്സ് ആയിരിക്കും ബാക്കിയുള്ളവരെ വെടിവെച്ച് കൊല്ലുക, മാനേജേഴ്സ് ആയിരിക്കും അവരുടെ മുകളിൽ ഉണ്ടായിരിക്കുക, സർക്കിൾ ധരിച്ച പണിക്കാരായിരിക്കും ഏറ്റവും താഴെക്കിടയിലുള്ളത്. അങ്ങനെ നമ്മുടെ സ്ക്വയർ ധരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന പോലീസുകാരനായിരുന്നു. മൂന്നാമത്തെ ഗെയിം ഏതാണെന്ന് പറയുന്നതിന് മുൻപേ ആയിട്ട് എല്ലാവരോടും 10 പേരടങ്ങുന്ന ടീമായിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇവർ ടീമായി നമ്മുടെ നായകനും ഫ്രണ്ടും അലിയും ആ ഒരു നായികയും വയസ്സനും അങ്ങനെ ഒരുപാട് പേർ ഇവരുടെ ടീമിലുണ്ടായിരുന്നു. അടുത്ത മത്സരം കമ്പവലിയാണ്, ടഗ് ഓഫ് വാർ. 10 പേരടങ്ങുന്ന 8 ഗ്രൂപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ വിജയിക്കുന്ന 4 ടീമുകൾക്ക് മാത്രമേ അടുത്ത റൗണ്ടായിട്ടുള്ള 4ാമത്തെ റൗണ്ടിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇവർ പല സ്ട്രാറ്റജികളും ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. സ്ട്രാറ്റജി ഒരു സമയത്ത് പാളിപ്പോയെന്ന് തോന്നിയ ആ ഒരു മൊമെന്റിൽ തന്നെയായിരുന്നു ഇവർ തിരിച്ചു വന്ന് ആ ഒരു ടഗ് ഓഫ് വാറിൽ വിജയിച്ചത്. വില്ലനോട് ഇന്ന് വീണ്ടും നീ തല്ലുണ്ടാക്കിപ്പിക്കരുത്, ഇവിടെയുള്ള ബാക്കിയുള്ളവരെ തല്ലരുത്, നിന്റെ ടീമിലുള്ളവരെ നിനക്ക് വിശ്വാസമുണ്ടോ, അവർ നിന്നെ രാത്രി വന്ന് കൊന്നു കളഞ്ഞാലോ, നിനക്കത് ഉറപ്പുണ്ടോ അവർ കൊല്ലില്ല എന്നുള്ളത് എന്നെല്ലാം തന്നെ ചോദിച്ച് വില്ലന്റെ മനസ്സ് നമ്മുടെ നായകൻ മാറ്റുകയുണ്ടായി. പിന്നീട് സീരീസിലെ വയസ്സിനെ കാണിച്ചു. അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമറാണ്, ഓർമ്മകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ നമ്മുടെ നായകൻ രക്ഷിക്കാമെന്നുള്ളതും പറഞ്ഞു. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ഡോക്ടർ ഒരു വ്യക്തിയുടെ ഇന്റേണൽ ഓർഗൻ എടുത്തു കൊടുത്തു. പക്ഷെ നാളത്തെ ഗെയിം എന്താണെന്നുള്ളത് ഗാർഡുകൾക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് ക്ഷുഭിതനായ നമ്മുടെ ഡോക്ടർ ആ ഗാർഡുകളെ വെടിവെച്ച് കൊന്ന് പുറകിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഓടിച്ചെന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ പ്ലേ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. അവിടെ എത്തി നമ്മുടെ ഫ്രണ്ട്മാൻ ഡോക്ടറെയും ഡോക്ടറിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന ഗാർഡിനെയും വെടിവെച്ച് കൊന്നു. ഈ ഗെയിം നല്ല രീതിക്ക് കളിക്കണം. നിങ്ങൾ മരിച്ചവരുടെ ഓർഗൻസ് എടുത്ത് വിൽക്കുകയോ അത് തിന്നുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ മത്സരിക്കാൻ വന്നവർക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്നും ക്ലൂ കൊടുത്തെന്നറിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും എല്ലാവരുടെയും വിധി എന്നുള്ളതും ഫ്രണ്ട്മാൻ പറഞ്ഞു. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ പോലീസുകാരൻ ഇവരുടെ ഫയലുകളെല്ലാം തന്നെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. 1988 മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ ഈ ഗെയിം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് പോലീസുകാരൻ മനസ്സിലാക്കി. അങ്ങനെ പോലീസുകാരൻ ആ സത്യം മനസ്സിലാക്കിയെടുത്തു. 2015
സ്ക്വിഡ് ഗെയിമിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് തൻ്റെ കാണാതായി പോയിട്ടുണ്ടായിരുന്ന ബ്രദറായിരുന്നു. പിന്നീട് 4ാമത്തെ മത്സരമെത്തി. എല്ലാവരോടും 2 പേരടങ്ങുന്ന ഒരു ടീമായി മാറാൻ വേണ്ടി പറഞ്ഞു. അവർ അവരവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ ടീമാവുകയുണ്ടായി. നമ്മുടെ നായകൻ ടീമായിട്ടുണ്ടായിരുന്നതോ ഇതിലെ വയസ്സിന്റെ കൂടെയായിരുന്നു. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് 10 മാർബിൾസ് ആയിരുന്നു, അതായത് 10 ഗോലികൾ. ഈ മത്സരം കഴിയുമ്പോൾ ആരുടെ കയ്യിലാണോ 20 ഗോലികൾ ഉള്ളത് അവരായിരിക്കും ഈ ഗെയിമിൽ വിജയിക്കുക. അല്ലാത്തവർ ഇതിൽ തോൽക്കുകയും മരണപ്പെടുകയും ചെയ്യും. സ്ക്വിഡ് ഗെയിമിന്റെ എപ്പിസോഡുകളിൽ ഏറ്റവും കൂടുതൽ പേർ കരഞ്ഞിട്ടുണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ പേർ സങ്കടത്തോടെ കണ്ടിട്ടുണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ പേർ പിന്നീട് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഈ ഗോലിയുടെ എപ്പിസോഡ്. ഈ ഒരു ഗെയിമിൽ നായകന്റെ സുഹൃത്ത് അലിയുടെ കൂടെയായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അലിയെ പറ്റിച്ചുകൊണ്ട് നായകന്റെ സുഹൃത്ത് അതിൽ വിജയിക്കുകയുണ്ടായി. അയാളുടെ ശരിക്കുമുള്ള ഡാർക്ക് സൈഡായിരുന്നു ഈ ഒരു ഗെയിമിലൂടെ കണ്ടത്. ഈ ഗോലിയുടെ ഗെയിമിൽ നമ്മുടെ നായകനും വിജയിക്കുകയുണ്ടായി. ഈ ഗെയിം കൂടി കഴിഞ്ഞതോടുകൂടി ഗെയിം അവസാനത്തെ നിമിഷങ്ങളിലേക്ക് എത്താനായി. അപ്പോൾ VIP-കൾ ഈ ഒരു ഗെയിം കാണാൻ വേണ്ടി വരികയുണ്ടായി. ഇവരെല്ലാവരും ഓരോരുത്തരുടെ പേരിൽ ബെറ്റ് വെക്കുകയാണ്. ഇവർ വലിയ പണക്കാരാണ്. ഇവരുടെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേരിൽ ബെറ്റ് വെക്കുക. ആ ബെറ്റ് വെച്ചവർ വിജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ പണം ഇരട്ടിയായി മാറുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു എന്റർടൈൻമെന്റും അതുപോലെ തന്നെ കൂടുതൽ പണത്തിനും വേണ്ടി. നമ്മുടെ പോലീസുകാരൻ ഈ VIP-കൾക്ക് വെള്ളം കൊണ്ടുകൊടുക്കുന്ന, VIP-കൾക്ക് മദ്യം കൊണ്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയായി വേഷം മാറി അവിടേക്ക് വന്നു. ഫ്രണ്ട്മാന് ഇങ്ങനെ ഒരാൾ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇതാ നമ്മുടെ പോലീസുകാരന്റെ ID കാർഡും ഫ്രണ്ട്മാന്റെ കയ്യിലേക്ക് എത്തി. അങ്ങനെ 5ാമത്തെ ഗെയിം തുടങ്ങുകയുണ്ടായി. ഗ്ലാസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. 1 മുതൽ 16 വരെ നമ്പറുകളുള്ള ഒരു ഡ്രസ്സ് അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാമെന്നുള്ളത് പറയുകയുണ്ടായി. ഗെയിം ഏതാണെന്നുള്ളത് ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവർ ഓരോരുത്തരും ഓരോരോ ഡ്രസ്സുകൾ വീതം ചൂസ് ചെയ്തു. ഒരു വഴിയിൽ മുഴുവനായിട്ടും 2 സൈഡുകളിൽ ഗ്ലാസുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസുകളുടെ മുകളിലൂടെ നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഗെയിം വിജയിക്കാനുള്ള ഏക പോംവഴി. പക്ഷേ ഇതിൽ ഒരു സൈഡിലെ ഗ്ലാസ് ഒരാളെ പോലും താങ്ങാൻ കഴിവില്ലാത്തതായിരിക്കും. മറ്റൊരു സൈഡിലെ ഗ്ലാസ് 2 പേരെ വേണമെങ്കിലും താങ്ങാൻ കെൽപ്പുള്ള വലിയ ഗ്ലാസുകളായിരിക്കും. പക്ഷേ ഏതാണ് ദുർബലമായ ഗ്ലാസ്, ഏതാണ് കട്ടിയുള്ള ഗ്ലാസ് എന്നുള്ളത് ആർക്കും അറിയില്ല. അത് ഓരോരുത്തർ ചവിട്ടി നോക്കിയാൽ മാത്രമേ അറിയുകയുള്ളൂ. ഇതൊരു ഭാഗ്യ പരീക്ഷണം തന്നെയായിരുന്നു. 16 മിനിറ്റ് മാത്രമേ ഈ ഒരു മത്സരം തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ മത്സരത്തിൽ താഴേക്ക് വീണ് കഴിഞ്ഞാൽ, അതായത് ഗ്ലാസ് പൊട്ടി താഴേക്ക് വീണ് കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമായിരുന്നു. ഇതേ സമയം VIP-കളിൽ ഒരാൾക്ക് നമ്മുടെ പോലീസുകാരനെ ഇഷ്ടപ്പെടുകയുണ്ടായി. പ്രൈവറ്റ് റൂമിലേക്ക് പോയാലോ, നമുക്കൊന്ന് ആസ്വദിച്ചാലോ എന്ന് പറഞ്ഞ് പോലീസുകാരനെ കൊണ്ട് പ്രൈവറ്റ് റൂമിലേക്ക് പോയി. പക്ഷേ പോലീസുകാരൻ അവിടെ എത്തിയപ്പോൾ തോക്ക് ചൂണ്ടി VIP-യെ പേടിപ്പിച്ചു. ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ VIP-യോട് ചോദിച്ചു മനസ്സിലാക്കി. അപ്പോഴേക്കും ഫ്രണ്ട് മാൻ പോലീസുകാരനെ ചേസ് ചെയ്തുകൊണ്ട് ഒരു കുന്നിന്റെ മുകളിലേക്ക് എത്തുകയുണ്ടായി. എന്നിട്ട് അവിടെ വെച്ച് ഫ്രണ്ട് മാൻ അയാളുടെ മുഖംമൂടി അഴിക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ ആ സത്യം മനസ്സിലാക്കി. ഫ്രണ്ട് മാൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് തന്റെ കാണാതെ പോയിട്ടുണ്ടായിരുന്ന ബ്രദർ തന്നെയാണ് എന്ന്. തന്റെ കൂടെ ചേർന്നോ, ഈ ഒരു ഗെയിം നടത്താൻ വേണ്ടി എന്റെ കൂടെ പോകുന്നോ എന്നുള്ളത് വില്ലൻ ബ്രദർ പറഞ്ഞു. പക്ഷെ നമ്മുടെ പോലീസുകാരൻ അത് കേട്ടില്ല. പോലീസുകാരനെ വില്ലൻ ബ്രദർ ഷൂട്ട് ചെയ്തു. പോലീസുകാരൻ താഴെ വെള്ളത്തിലേക്ക് വീണു. അപ്പോഴേക്കും നമ്മുടെ ഗ്ലാസിന്റെ മത്സരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലാസിന്റെ മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് നായകനും നായകന്റെ ഫ്രണ്ടും അതുപോലെ നായികയുമായിരുന്നു. ഇവർ 3 പേരും കൂടി അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയപ്പോഴേക്കും ഇവിടെ ബാക്കിയുണ്ടായിരുന്ന ഗ്ലാസുകളെല്ലാം തന്നെ പൊട്ടിച്ചെതറുകയുണ്ടായി. ഈ ഗ്ലാസ്സിലെ ചില ഗ്ലാസുകൾ നമ്മുടെ നായികയുടെ മേൽ കുത്തിക്കയറുകയുണ്ടായി. പിന്നീട് ഇവർ ഇൻഡോറിലേക്ക് വന്നപ്പോൾ ഗാർഡുകൾ ഇവരോട് പറഞ്ഞു, ഇനി ഏറ്റവും അവസാനമുള്ളത് സ്ക്വിഡ് ഗെയിം ആണ്. സ്ക്വിഡ് ഗെയിമിലേക്ക് ആകെ 2 പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനു മുൻപ് നിങ്ങൾക്ക് മറ്റൊരു ഗെയിം കൂടിയുണ്ട് എന്ന് പറഞ്ഞു. അതൊരു ഗെയിമല്ല, ഇവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുകയായിരുന്നു. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കത്തിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ കുത്തിച്ചാവാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആ ഒരു കത്തി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ നായികയ്ക്ക് ചില്ലുകൾ മേല് കുത്തി തറച്ചതുകൊണ്ട് പനിയോ അങ്ങനെ എന്തോ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് നായകൻ പെട്ടെന്ന് നിന്ന് ഗാർഡുകളുടെ അടുത്ത് വന്നിട്ട് ഇവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇവൾക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞ് ഗാർഡുകളെ കൂട്ടിക്കൊണ്ടു വന്നപ്പോഴേക്കും നായകന്റെ ഫ്രണ്ട് വന്ന് കത്തിയെടുത്ത് നായികയെ കുത്തിക്കൊന്നു. അങ്ങനെ അവസാനത്തെ മത്സരത്തിലേക്ക് എത്തി സ്ക്വിഡ് ഗെയിം. നായകനും നായകന്റെ ഫ്രണ്ടും 218ഉം 456ഉം ഈ 2 നമ്പറുകളിലുള്ളവരാണ് മത്സരിക്കുന്നത്. നമ്മുടെ നായകൻ ഒഫൻസ് കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മത്സരം അവിടെ തുടങ്ങുകയുണ്ടായി. 2 പേരും തമ്മിൽ കത്തി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെ ആ ഒരു പ്ലേ ഗ്രൗണ്ടിൽ നടന്നു. പണത്തിന് വേണ്ടി തന്റെ സുഹൃത്തിനെ കൊല്ലാൻ വേണ്ടി നായകന് മനസ്സ് വന്നിട്ടില്ലായിരുന്നു. നായകൻ പിന്നെയും പറഞ്ഞു നായകന്റെ ഫ്രണ്ടിനോട്, നമുക്ക് 2 പേർക്കും ഈ ഒരു മാച്ച് നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞാലോ, ഈ ഒരു ഗെയിം നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞാലോ. നമ്മൾ 2 പേരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ 100% എല്ലാവരും ഗെയിം നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞവരായില്ലേ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാം, നമുക്കിവിടെ മരിച്ചു വീഴണ്ട എന്നുള്ളത്. നമുക്ക് 2 പേർക്കും കിട്ടാതെ ഈ ഒരു മത്സരം ഇവിടെ നിർത്തിവെക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചോളാം. എന്തായാലും നമ്മൾ ഇതുവരെ എത്തിയതല്ലേ, നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടതല്ലേ, നിനക്കെങ്കിലും ആ പണം കിട്ടട്ടെ, എൻ്റെ അമ്മയെ നീ നോക്കിക്കോണേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നായകന്റെ സുഹൃത്ത് അവിടെ സ്വയം കുത്തി മരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ $45.6 മില്യൺ നമ്മുടെ നായകൻ വിജയിച്ചു. നായകന്റെ ഹോം ടൗണിലേക്ക് ഇറക്കി കൊടുക്കുന്ന സമയത്ത് ഫ്രണ്ട്മാൻ അദ്ദേഹത്തിന്റെ മുഖംമൂടി അഴിച്ചു കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നായകൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഫ്രണ്ട്മാൻ പറഞ്ഞത്, നീ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് ചൂത് കളിച്ചില്ലേ, അതുപോലെ പണക്കാർ ഇവിടെ ചൂത് കളിക്കുന്നത് മനുഷ്യന്മാരുടെ ജീവിതങ്ങൾ വെച്ചിട്ടാണ്, അതാണ് നീ ഇവിടെ കണ്ടത്.
കണ്ടത്. പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും നായകന് ഇത്രയും പണം തനിക്ക് കിട്ടിയെന്നുള്ളത് വിശ്വാസമായില്ല. തന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ATM കൊണ്ടുപോയി ഇട്ടപ്പോഴാണ് തന്റെ ബാലൻസ് $45 മില്യൺ ഉണ്ട് എന്ന് നായകൻ വിശ്വസിച്ചത്. അങ്ങനെ നായകൻ തന്റെ വീട്ടിലേക്ക് ഓടിക്കിതച്ചെത്തി തന്റെ അമ്മയെ കാണാൻ വേണ്ടി, തന്റെ അമ്മയുടെ ആരോഗ്യം നോക്കാൻ വേണ്ടി വന്നു. പക്ഷേ താൻ വരുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുൻപേ തന്റെ അമ്മ അവിടെ ആരോരുമില്ലാതെ മരിച്ചു വീണിട്ടുണ്ടായിരുന്നു. താൻ ആ മത്സരങ്ങൾ മത്സരിക്കുന്ന സമയത്ത് തന്റെ അമ്മ അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നായകൻ മനസ്സിലാക്കി. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം നായകനെ കാണിച്ചു. തനിക്ക് കിട്ടിയ പണത്തിലെ ഒരു അംശം പോലും നായകൻ എടുത്തിട്ടില്ലായിരുന്നു. തനിക്ക് അത്രയും നാണക്കേടുണ്ടായിരുന്നു, തനിക്ക് അത്രയും നഷ്ടബോധമുണ്ടായിരുന്നു. തന്റെ സുഹൃത്തിനെ എല്ലാവരെയും ഈ ഒരു ഗെയിമിലൂടെ നഷ്ടപ്പെട്ടല്ലോ എന്ന് തോർത്ത് നായകൻ അങ്ങനെ ബീച്ചിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റൊരു കാർഡും കൂടി ലഭിച്ചു. അതിലൊരു അഡ്രസ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു അഡ്രസ്സിലേക്ക് നമ്മുടെ നായകൻ പോവുകയുണ്ടായി. പോയപ്പോൾ നായകൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. താൻ സ്ക്വിഡ് ഗെയിമിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി, ആ ഒരു വയസ്സൻ, അദ്ദേഹം അവിടെ ഒരു ഓക്സിജൻ മാസ്ക് എല്ലാം തന്നെ ധരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ ഒരു വയസ്സൻ ശരിക്കും അതിലെ ഒരു മത്സരാർത്ഥിയല്ലായിരുന്നു. ആ ഒരു വയസ്സനായിരുന്നു ഈ ഗെയിം മുഴുവൻ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് മാനെയും ഗാർഡുകളെയും എല്ലാവരെയും കൺട്രോൾ ചെയ്ത് ഈ ഗെയിം മുൻപോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ആ വയസ്സൻ തന്നെയായിരുന്നു. പണക്കാരുടെ ബോറിംഗ് ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ട് താൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു സ്ക്വിഡ് ഗെയിം എന്നുള്ളത് വയസ്സൻ അവിടെ പറഞ്ഞു. വയസ്സന് ശരിക്കും ബ്രെയിൻ ട്യൂമർ ആണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ തനിക്ക് ഈ ഒരു മത്സരം തന്റെ കുട്ടിക്കാലത്ത് എങ്ങനെയാണോ കളിക്കുന്നത് ആ ഒരു രീതിയിൽ കളിക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെയായിരുന്നു ഏറ്റവും അവസാനത്തെ സ്ക്വിഡ് ഗെയിമിൽ വയസ്സനും ജോയിൻ ചെയ്തത്. അങ്ങനെ വയസ്സൻ മറ്റൊരു ഗെയിം കൂടി നായകനോട് പറഞ്ഞു. പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ മദ്യപിച്ച് തറയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കാണിച്ചു. 12 മണിക്ക് മുൻപായി ആ വ്യക്തിയെ ആരെങ്കിലും രക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്ക്വിഡ് ഗെയിമിന്റെ എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ പറഞ്ഞു തരാം, ഞാൻ ആ കാര്യങ്ങൾ മുഴുവൻ നിനക്ക് തുറന്നു കാണിക്കാമെന്നും. പക്ഷെ നമ്മുടെ നായകൻ അതിൽ വിജയിച്ചു. നായകൻ വിജയിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും വയസ്സൻ മരിച്ചു കഴിഞ്ഞിരുന്നു. സ്ക്വിഡ് ഗെയിമിനെ കുറിച്ച് നായകൻ ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നായകൻ അങ്ങനെ തന്റെ സുഹൃത്തിന്റെ അമ്മയുടെ അടുത്തേക്കും നായികയുടെ കുടുംബക്കാരുടെ അടുത്തേക്കും എല്ലാം തന്നെ പോയി ഇവർക്ക് പണം കൊടുക്കുകയുണ്ടായി. തന്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് US പോകാൻ നിൽക്കുകയായിരുന്നു നായകൻ. അപ്പോൾ നായകന് മറ്റൊരു ശബ്ദം കേൾക്കുകയുണ്ടായി, ഒരാളുടെ മോന്ത കടിക്കുന്ന ശബ്ദം. തനിക്ക് പണ്ട് മുഖത്തടി തന്നിട്ടുണ്ടായിരുന്ന, തനിക്ക് പണ്ട് സ്ക്വിഡ് ഗെയിമിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റിക്രൂട്ടറിനെ പിടിക്കാൻ വേണ്ടി ഓടിപ്പോയെങ്കിലും നമ്മുടെ നായകൻ അത് സാധിച്ചില്ല. അങ്ങനെ മോന്തക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ആ കാർഡ് പിടിച്ചു വാങ്ങിയിട്ട് നീ പോകണ്ട എന്ന് പറഞ്ഞിട്ട് നായകൻ തന്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുകയും പിന്നീട് വേണ്ട തിരിച്ച് ഇതേ വഴിയിൽ തന്നെ വരികയും ചെയ്തു. നായകൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാനൊരു കുതിരയല്ല, ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ എനിക്കറിയണം നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. സ്ക്വിഡ് ഗെയിമിന്റെ പുറകിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ അറിഞ്ഞേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് സ്ക്വിഡ് ഗെയിമിലേക്ക് വീണ്ടും നായകൻ പ്രവേശിക്കുകയാണ്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു സീസൺ 1 അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. സീസൺ 1 നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണേ. അതുപോലെ സീസൺ 2 കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അഭിപ്രായവും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ വരുന്നവർക്ക് സീസൺ 2 കാണണോ കാണണ്ടേ എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.